കശുവണ്ടി ചിക്കൻ ഡിലൈറ്റ് കശുവണ്ടി ക്രീം മസാലകളിൽ വേവിച്ച ചിക്കൻ കഷ്ണങ്ങൾ അടങ്ങിയ ഒരു സമ്പന്നവും രുചികരവുമായ വിഭവമാണ്. ഏത് അവസരത്തിനും അനുയോജ്യമായ ഒരു ചോയ്സാണ് ഈ കറി. ഫ്രൈഡ് റൈസ്, നാൻ, ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട എന്നിവയ്ക്കൊപ്പം വിളമ്പാം. ഇത് തീർച്ചയായും തൃപ്തികരവും ആസ്വാദികരവുമായ ഭക്ഷണമായിരിക്കും. ഗരം മസാലയ്ക്ക്: 1 കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, 4 ഏലക്കായ്കൾ, തക്കോലം 4 ചെറിയ കഷ്ണങ്ങൾ, 1 ടീസ്പൂൺ പെരുംജീരകം. ഒരു ഉണങ്ങിയ പാത്രത്തിൽ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, തക്കോലം എന്നിവ ഇടത്തരം ചൂടിൽ 3 മിനിറ്റ് വഴറ്റുക. സുഗന്ധം വരുന്നതുവരെ നിരന്തരം ഇളക്കുക. തണുത്തുകഴിഞ്ഞാൽ വറുത്ത സുഗന്ധവ്യഞ്ജനങ്ങൾ നല്ല പൊടിയാക്കി പൊടിക്കുക. ഗ്രേവിക്ക്: 2 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 വലിയ ഉള്ളി നന്നായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഇടത്തരം വലിപ്പമുള്ള തക്കാളി അരിഞ്ഞത്, 8 കശുവണ്ടി കുതിർത്തത്, 1/4 കപ്പ് തേങ്ങ, 1/4 കപ്പ് പ്ലെയിൻ തൈര്, 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ ആവശ്യത്തിന്. രുചിക്ക് ഉപ്പ്. പുതിയ മല്ലിയില അലങ്കരിക്കാൻ. കശുവണ്ടി തേങ്ങ പേസ്റ്റ് തയ്യാറാക്കുക. കുതിർത്ത കശുവണ്ടി പരിപ്പും തേങ്ങയും ചേർത്ത് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക. പേസ്റ്റ് പരുവമാകാൻ അല്പം വെള്ളം ചേർക്കുക. മാറ്റിവയ്ക്കുക. മാരിനേഡിന് 500 ഗ്രാം ചിക്കൻ കഷ്ണങ്ങളാക്കി മുറിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളകുപൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. രുചിക്ക് ഉപ്പ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. ഒരു വലിയ പാത്രത്തിൽ ചിക്കൻ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി, ചുവന്ന മുളകുപൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് എന്നിവ ചേർത്ത് യോജിപ്പിക്കുക. കൂടുതൽ രുചി വേണമെങ്കിൽ കുറഞ്ഞത് 30 മിനിറ്റോ അതിൽ കൂടുതലോ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ വഴറ്റുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എന്ന ഇടത്തരം ചൂടിൽ ചൂടാക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായി ബ്രൗൺ നിറമാകുന്നതുവരെയും വേവിക്കുന്നതുവരെയും ഏകദേശം കുറയ്ക്കുക. 8 മിനിറ്റ് വഴറ്റുക. മാറ്റിവയ്ക്കുക. ഗ്രേവി. പാനിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി നന്നായി അരിഞ്ഞ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെയും കാരമലൈസ് ആകുന്നതുവരെയും ഏകദേശം 10 മിനിറ്റ് വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളിയിലേക്ക് ചേർത്ത് മറ്റൊരു മിനിറ്റ് വഴറ്റുക. ഗരം മസാല, മല്ലിപ്പൊടി, ചുവന്ന മുളകുപൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി 2 മിനിറ്റ് വേവിക്കുക. തക്കാളി അരിഞ്ഞത് ചേർത്ത് മൃദുവാകുന്നതുവരെയും നീര് വരുന്നതുവരെയും ഏകദേശം 5 മിനിറ്റ് വേവിക്കുക. വഴറ്റിയ ചിക്കൻ കഷ്ണങ്ങൾ വീണ്ടും പാനിലേക്ക് ചേർക്കുക. മസാല പുരട്ടാൻ ഇളക്കുക. പാനിൽ തൈര് ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കൻ മിശ്രിതത്തിലേക്ക് കശുവണ്ടിയും തേങ്ങാ പേസ്റ്റും ചേർത്ത് ഇളക്കുക. 3 മിനിറ്റ് കൂടി വേവിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി സ്ഥിരത കൈവരിക്കാൻ വെള്ളം ഒഴിക്കുക. കറി 10 മിനിറ്റ് കുറഞ്ഞ ചൂടിൽ വേവിക്കുക. രുചികൾ കൂടിച്ചേരാനും ചിക്കൻ മൃദുവാകാനും അനുവദിക്കുക. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് രുചി ക്രമീകരിക്കുക. വിളമ്പുന്നതിന് മുമ്പ് പുതിയ മല്ലിയില കൊണ്ട് അലങ്കരിക്കുക.